രാജേഷ് ചന്ദ്രാണി മദൻലാൽ ജെയിൻ രചിച്ച് യുദ്ധം എന്ന ഹിന്ദി ത്രില്ലർ സീരീസിന്റെ രണ്ടാം ഭാഗം പറയാൻ ഞാൻ ജോർജ് വീണ്ടും നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നു. കഥയുടെ ഈ രണ്ടാം ഭാഗത്തിന്റെ തലക്കെട്ട് യുദ്ധം. ഇന്നലെ രാത്രി ഇത് ഇവനായിരുന്നു. ഞാൻ ബോഹുസ്ലാവയുമൊത്ത് ബേസ്മെന്റിലേക്ക് തിരികെയെത്തി. എന്റെ മകന്റെ മാനസികാവസ്ഥ കഴിഞ്ഞ ദിവസത്തേക്കാൾ മെച്ചപ്പെട്ടു. ഒരു വശത്ത് കഴിഞ്ഞ രാത്രി ബോഹുസ്ലാവയ്ക്ക് നേരിട്ട ദുഷ്കൃത്യത്തിൽ ഞാനും അവളും ദുഃഖിതരാണെങ്കിലും മറുവശത്ത് ഇന്നലെ കൊണ്ടുവന്ന ഭക്ഷണം കഴിച്ച് എന്റെ മകനും മകളും സന്തോഷിക്കുന്നതു കാണുമ്പോൾ ഞങ്ങൾക്ക് നല്ലൊരനുഭവമാണ് ലഭിക്കുന്നത്. ഞാൻ ഇന്നലെ മാളിൽ നിന്ന് 2 ബാഡ്മിന്റൺ റാക്കറ്റുകളും ഒരു ഷട്ടിൽ കോക്ക് ബോക്സും കൊണ്ടുവന്നത് നന്നായി. ഞങ്ങളുടെ 2 കുട്ടികളും അവർക്ക് പ്രിയപ്പെട്ട ഭക്ഷണം കഴിച്ച് സംതൃപ്തരാണ്. അവർ റാക്കറ്റും ഷട്ടിൽ കോക്കും എടുത്തു കളിക്കുകയാണ്. അവർ കളിക്കുന്നതു കണ്ടിട്ട് ബേസ്മെന്റിൽ ഒളിച്ചിരിക്കുന്ന മറ്റു ചില കുടുംബങ്ങളിലെ കുട്ടികളും അവരുടെ അടുത്തേക്ക് വന്നു. ഇവരെല്ലാം കുട്ടികളാണ്. യുദ്ധം നമ്മുടെ ഭാവിയെ എത്രമാത്രം അപകടത്തിലാക്കിയിരിക്കുന്നു എന്ന് അവർ മറന്നുപോയി. കുട്ടികൾ ഇങ്ങനെ സന്തോഷത്തിൽ മുഴുകിയിരിക്കുന്നത് കണ്ടപ്പോൾ ബോഹുസ്ലാവയും ഇപ്പോൾ അത്ര അസ്വസ്ഥയല്ല. ഞാൻ ബോഹുസ്ലാവയുടെ ഭർത്താവാണ്. അവളോടുള്ള എന്റെ കടമ എനിക്കറിയാം. ഞാനിതിനെ ഒരു അവസരമായി കാണുന്നു. ബോഹുസ്ലാവയുടെ ദുഃഖം കുറയ്ക്കാൻ ഞാൻ ശ്രമിക്കാൻ ആഗ്രഹിക്കുന്നു. തറയിലിരിക്കുന്ന ബോഹുസ്ലാവയുടെ കൂടുതൽ അടുത്തേക്ക് ഞാൻ ചെന്നു. ഞാൻ എന്റെ കൈകൊണ്ട് അവളുടെ മുഖം എന്റെ നേർക്ക് തിരിച്ചു. എന്നെ നോക്കിക്കൊണ്ടിരിക്കെ അവളുടെ മൃദുലമായ ഹൃദയം വീണ്ടും അലിഞ്ഞു. അവളുടെ നീലക്കണ്ണുകളിൽ കണ്ണുനീർത്തുള്ളികൾ മുത്തുകൾ പോലെ തിളങ്ങാൻ തുടങ്ങി. ഞാൻ എന്റെ കൈകൊണ്ട് അവളുടെ തോളിൽ സ്നേഹത്തോടെ തട്ടി. എന്നിട്ട് അവളുടെ ആകർഷകമായ കണ്ണുകൾ മൃദുവായി തുടച്ചുകൊണ്ട് പറഞ്ഞു, ബോഹുസ്ലാവ, നിനക്കറിയാമോ, കഴിഞ്ഞ 5 ദിവസമായി ഭയത്തിൽ ജീവിച്ച ഈ ശൂന്യമായ സമയത്ത് എനിക്ക് എന്ത് അനുഭവമാണ് ഉണ്ടായതെന്ന്. അവൾ എന്റെ ഹൃദയത്തിലെ സ്നേഹം നിറഞ്ഞ മിടിപ്പുകൾ അനുഭവിച്ചറിഞ്ഞു. അവൾ വളരെ മൃദുവായി പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ടവനെ, എന്നോട് പറയൂ. അവളുടെ ഈ വാക്കുകൾ എന്റെ കാതുകളിൽ തേൻ പോലെ ഒഴുകിയെത്തി. നമ്മളിപ്പോൾ നമ്മളെക്കുറിച്ച് കുറച്ചും കുട്ടികളെക്കുറിച്ച് കൂടുതലും ചിന്തിക്കുന്നു. ഈ യുദ്ധകാലത്ത് നമ്മുടെ ജീവന് ഭീഷണിയുള്ളപ്പോൾ എന്റെ ജീവനെക്കുറിച്ച് എനിക്ക് ഭയമില്ല. എനിക്ക് തോന്നുന്നത്, ഞാൻ മരിച്ചാലും എന്റെ കുട്ടികൾ അവരുടെ ജീവിതം പൂർണ്ണമായി ജീവിക്കണം. ഒപ്പം എന്റെ പ്രിയതമയും എന്റെ കുട്ടികളുടെ അമ്മയുമായ നീ അവരുടെ സംരക്ഷണത്തിനും വളർത്തലിനും വേണ്ടി എപ്പോഴും സുരക്ഷിതയായിരിക്കണം, ഞാൻ മൃദുവായി പറഞ്ഞു. എന്റെ വാക്കുകൾ ബോഹുസ്ലാവയിൽ പ്രതീക്ഷിച്ച പോലെ സ്വാധീനമുണ്ടാക്കി. കഴിഞ്ഞ രാത്രി അവൾക്കുണ്ടായ ദുരനുഭവത്തിന്റെ ഓർമ്മ ഈ നിമിഷങ്ങളിൽ അവളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞുപോയി. അവൾ വീണ്ടും മൃദുവായി പറഞ്ഞു, ബോറിസ്കോ, അശുഭകരമായ കാര്യങ്ങൾ പറയരുത്. നിങ്ങൾ മാത്രമാണ് ഞങ്ങളുടെയും 2 കുട്ടികളുടെയും ജീവിതത്തിന്റെ ആധാരം. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കരുതേയെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും അകാലത്തിൽ മരിച്ചുപോകും. ഇപ്പോൾ ബേസ്മെന്റിൽ ഞങ്ങളല്ലാതെ വേറെ ആളുകളുണ്ടെന്ന് ഞാൻ മറന്നുപോയി. ഞാൻ മര്യാദയെക്കുറിച്ച് ചിന്തിക്കാതെ ബോഹുസ്ലാവയെ ഇരുന്നുകൊണ്ടുതന്നെ എന്റെ നെഞ്ചിലേക്ക് ചേർത്തു. പിന്നെ അവളുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ടവളെ, എനിക്കൊന്നും സംഭവിക്കില്ല. നീ ഒട്ടും വിഷമിക്കരുത്. എന്റെ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കൂ. നമുക്ക് 2 ചെറിയ കുട്ടികളുള്ളപ്പോൾ മാതാപിതാക്കളുടെ വികാരങ്ങൾ എന്തായിരിക്കുമെന്ന്. ഇപ്പോൾ ബോഹുസ്ലാവ എന്റെ കൈകളിൽ കിടന്നു വീണ്ടും കരയാൻ തുടങ്ങി. അവളുടെ കണ്ണുകളിൽ നിന്ന് ഒഴുകിവരുന്ന കണ്ണുനീരോടൊപ്പം അത് എന്റെ സ്വെറ്റർ നനയ്ക്കുന്നു. അവൾക്ക് നേരിട്ട ദുഷ്കൃത്യം കാരണം അവളുടെ ഹൃദയത്തിലുള്ള ഭാരം ഇറങ്ങിപ്പോകുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ അവൾക്ക് കുറ്റബോധത്തിൽ നിന്ന് മുക്തിയാകാൻ കഴിയും. 5 ദിവസത്തെ കഠിനമായ സാഹചര്യത്തിൽ ഈ നിമിഷങ്ങൾ ഞങ്ങളുടെ ഹൃദയമിടിപ്പുകൾ ഒന്നാക്കുന്നു. നമ്മുടെ ഒരുമിക്കുന്ന ഹൃദയമിടിപ്പുകളിൽ ഞാൻ ഹിന്ദി സിനിമയിലെ ആ ഗാനം കേൾക്കുന്നതുപോലെ എനിക്ക് തോന്നുന്നു. ഹും ജബ് സിമഡ് കെ ആപ്കി ബാഹോം മേം ആഗയെ, ലാഗോം ഹസീൻ ക്വാബ് നിഗാഹോം മേം ആഗയെ. ഇപ്പോൾ എനിക്ക് പന്തയം വെച്ച് പറയാൻ കഴിയും, എത്ര കഠിനമായ സമയത്തും ഒരു മനുഷ്യനെ സന്തോഷിപ്പിക്കാൻ കഴിയുന്ന ചില നിമിഷങ്ങൾ കണ്ടെത്താനാകും. അന്ന് ഉച്ചയ്ക്ക് ഞങ്ങളുടെ ഒരു സുഹൃത്ത് ചില കാരണങ്ങളാൽ പുറത്തുപോയിരുന്നു. അരമണിക്കൂറിനു ശേഷം അയാൾ തിരിച്ചെത്തിയപ്പോൾ ഞങ്ങളെല്ലാം പുരുഷന്മാരെ ഒന്നിച്ച് വിളിച്ചുകൂട്ടി. എന്നിട്ട് പറഞ്ഞു, നമ്മുടെ സർക്കാർ സാധാരണക്കാർക്ക് ശത്രുവിനോട് പോരാടാൻ മെഷീൻ ഗണ്ണുകൾ നൽകുന്നുണ്ട്. അനസ്താസിലെന പോലും മെഷീൻ ഗണ്ണെടുത്ത് ശത്രുവിനെതിരെ പോരാടാൻ തയ്യാറായിരിക്കുന്നു എന്നും ഞാൻ കേട്ടു. അപ്പോൾ മറ്റൊരു സുഹൃത്ത് ചോദിച്ചു, എവിടെയാണ് മെഷീൻ ഗണ്ണുകൾ കൊടുക്കുന്നത്? അനസ്താസ്യ തോക്കെടുത്ത സ്ഥിതിക്ക് നമ്മൾ ഇങ്ങനെ ഒളിച്ചിരിക്കുന്നത് ഭീരുത്വമായിരിക്കും. അവന്റെ വാക്കുകൾ എല്ലാവരിലും ആവേശം നിറച്ചു. ഇപ്പോൾ മറ്റൊരു വ്യക്തി പറയുന്നു, കൂട്ടുകാരെ, നമുക്കും മെഷീൻ ഗണ്ണെടുക്കാം. അല്ലെങ്കിൽ ഓരോ രാത്രിയും നമ്മുടെ ഭാര്യമാർ ബലാത്സംഗം ചെയ്യപ്പെടുന്നത് നമുക്ക് സഹിക്കേണ്ടിവരും. നിരായുധരായ പ്രതിരോധം നമ്മുടെ ജീവൻ നഷ്ടപ്പെടുന്നതിന് തുല്യമായിരിക്കും. നമ്മൾ മരിക്കണമെങ്കിൽ അത് ഭീരുവിനെപ്പോലെയല്ല, ഒരു വീരനെപ്പോലെയാകണം. ഈ സംഭാഷണത്തിനിടയിൽ ഞാനൊരു ആശയക്കുഴപ്പത്തിലാണ്. കുറച്ചുമുൻപ് ബോഹുസ്ലാവ പറഞ്ഞ വാക്കുകൾ എനിക്ക് ഓർമ്മ വരുന്നു. അവൾ പറഞ്ഞിരുന്നു, ബോറിസ്കോ, അശുഭകരമായ കാര്യങ്ങൾ പറയരുത്. 2 കുട്ടികളുടെയും എന്റെയും ജീവിതത്തിന്റെ ആധാരം നിങ്ങളാണ്. എന്നെയൊഴികെ മറ്റെല്ലാ പുരുഷന്മാരും പോകാൻ തുടങ്ങിയപ്പോൾ ഞാനും എന്റെ കുട്ടികളെയും ബോഹുസ്ലാവയെയും നിരാശയോടെ നോക്കി അവരുടെ പിന്നാലെ നടന്നു.
ബോഹുസ്ലാവയുടെ കണ്ണുകളുടെ ഭാഷയും അവളുടെ ചോദ്യവും ഞാൻ മനസ്സിലാക്കുന്നു. അവളുടെ കണ്ണുകൾ ചോദിക്കുന്നതുപോലെ തോന്നി, നിങ്ങൾ എന്നേക്കുമായി ഞങ്ങളെ വിട്ടുപോകാൻ വേണ്ടിയാണോ പോകുന്നത്? ഞങ്ങൾ ഒളിച്ചും പാത്തും മുന്നോട്ടു പോകുകയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ സൈന്യത്തിന്റെ ഒരു കവചിത വാഹനം ഞങ്ങളെ കണ്ടു. അതിലുള്ള സൈനികർക്ക് ഞങ്ങളുടെ ID കാർഡുകൾ കാണിച്ചപ്പോൾ ഞങ്ങൾക്ക് മെഷീൻ ഗണ്ണുകൾ ലഭിച്ചു. രാത്രിയിൽ നമ്മൾ ജാഗ്രത പാലിക്കണമെന്ന് അവരെനിക്ക് മുന്നറിയിപ്പ് നൽകി. ഇന്ന് രാത്രി വലിയൊരു സംഘം ശത്രുസൈനികർ നമ്മളെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്നും അവർ പറഞ്ഞു. ഞങ്ങൾ മെഷീൻ ഗണ്ണുകളുമായി ബേസ്മെന്റിലേക്ക് മടങ്ങി. ഞങ്ങളുടെയെല്ലാം കയ്യിൽ മെഷീൻ ഗൺ കണ്ടപ്പോൾ ബോഹുസ്ലാവയെല്ലാം ചോദിച്ചു. ഞാൻ അതിനെക്കുറിച്ച് അവളോട് വിശദമായി പറഞ്ഞു. ഞാൻ പറഞ്ഞതെല്ലാം കേട്ടതിനുശേഷം അവൾ പറഞ്ഞു, ബോറിസ്കോ, ആവശ്യമെങ്കിൽ ഞാൻ പോരാട്ടത്തിന് പോകും. നിങ്ങളുടെ ജീവൻ കുട്ടികൾക്ക് എന്നെക്കാൾ പ്രധാനപ്പെട്ടതാണ്. ഇന്നലെ രാത്രി എന്നെ നിലത്തിട്ട് എന്നോട് ക്രൂരമായി പെരുമാറിയ ആ ബലാത്സംഗിയെ ഞാൻ കണ്ടെത്തിക്കൊള്ളും. ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് മെഷീൻ ഗൺ ശരിയായ രീതിയിൽ ഉയർത്താൻ പോലും കഴിയില്ല. പിന്നെ എങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്? പിന്നെ ആ ക്രൂരനെ നിങ്ങൾക്ക് എങ്ങനെ തിരിച്ചറിയാൻ കഴിയുമെന്നും എന്നോട് പറയൂ. ബോഹുസ്ലാവ ആശങ്കയോടെ പറഞ്ഞു, നിങ്ങളും ഇതുവരെ മെഷീൻ ഗൺ ഉപയോഗിച്ചിട്ടില്ലല്ലോ. ഞാൻ എന്റെ ചുണ്ടിൽ ഒരു ദുഃഖകരമായ പുഞ്ചിരി വരുത്തിക്കൊണ്ട് പറഞ്ഞു, എന്റെ തലയ്ക്ക് മുകളിൽ മരണം ഹോവറിംഗ് ചെയ്യുമ്പോൾ ഇത് തനിയെ പ്രവർത്തിക്കും. ബോഹുസ്ലാവയുടെ കണ്ണുകളിൽ ആശങ്ക വ്യക്തമായി കാണാമായിരുന്നു. ബലാത്സംഗത്തിന്റെ വേദന കുറഞ്ഞിരിക്കുന്നു, എന്നാൽ എന്നെക്കുറിച്ചുള്ള ഭയം അവളെ കൂടുതൽ ആശങ്കയിലാക്കുന്നു. ആ രാത്രി വിസ്കി അവിടെയുണ്ടായിട്ടും ഞങ്ങളാരും അത് തൊട്ടില്ല. ബേസ്മെന്റിൽ ഇരുട്ടാണ്. കുട്ടികളും സ്ത്രീകളും ഉറങ്ങുകയാണ്. 6 പുരുഷന്മാരായ ഞങ്ങൾ മെഷീൻ ഗൺ പിടിച്ച് ജാഗ്രതയോടെ ഇരിക്കുകയാണ്. അർദ്ധരാത്രിയോടടുത്ത് ചില ആളുകളുടെ കാൽപ്പാടുകൾ ബേസ്മെന്റിലെ പടികളിൽ ഞങ്ങൾ കേട്ടു. മെഷീൻ ഗണ്ണുകളും ടോർച്ചുകളും ഉപയോഗിച്ച് 6 or 7 പേർ ഉറങ്ങിക്കിടക്കുന്ന ഞങ്ങളുടെ സ്ത്രീകളുടെ അടുത്തേക്ക് വരുന്നത് ഞങ്ങൾ കണ്ടു. ഞങ്ങൾക്ക് ലക്ഷ്യം വെക്കാൻ അത്രയധികം അറിയില്ല. എങ്കിലും ഞങ്ങൾ തുടർച്ചയായി വെടിയുതിർത്തു. ആക്രമണകാരികളായ സൈനികർ തിരികെ ഓടി. അവരിൽ ചിലർക്ക് വെടിയേറ്റു. ചിലർ ഇട്ടി രക്ഷപ്പെട്ടു. അവരുടെ കയ്യിൽ നിന്ന് വീണ ടോർച്ച് എടുത്ത് ഞങ്ങൾ ചുറ്റും വെളിച്ചം വീശിയപ്പോൾ 2 പേർ മരിച്ചു കിടക്കുന്നതു കണ്ടു. ബാക്കിയുള്ളവർ ഓടിപ്പോയിരുന്നു. വെളിച്ചത്തിൽ കണ്ടപ്പോൾ ഞങ്ങൾക്കെല്ലാം അത്ഭുതമായി. ഈ 2 പേരും ശത്രുസൈനികരല്ല. അവരിൽ ഒരാളെ എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. അയാൾ നഗരത്തിലെ ഒരു കൊടും ക്രിമിനലാണ്. മറ്റേയാൾ ഞങ്ങളെപ്പോലെയുള്ള ഒരു സാധാരണ പൗരനുമാണ്. ഇതിനിടയിൽ സ്ത്രീകളും കുട്ടികളും എഴുന്നേറ്റ് ഞങ്ങളുടെയെല്ലാം അടുത്തേക്ക് വന്നു. ടോർച്ചിന്റെ വെളിച്ചത്തിൽ നോക്കി ബോഹുസ്ലാവ ഒരു മൃതദേഹത്തിന്റെ അടുത്തേക്ക് ചെന്നു. അവൾ അവനെ 2 ചവിട്ട് ചവിട്ടി. എന്നിട്ട് എന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ബോറിസ്കോ, ഇന്നലെ രാത്രി ഇത് ഇവനായിരുന്നു. 2ാം ഭാഗം അവസാനിച്ചു.